ചാരന്മാർ തിരിച്ചെത്തിയോ? ഓ, ചൂതാട്ട സ്ഥലത്തും മദ്യശാലകളിലും കയറിയിറങ്ങിയ ഒരു ധൂർത്തൻ മൻസൂറിനെ പറ്റി ആളുകൾക്കറിയാം. കണ്ടുപിടിച്ചില്ലേ? ആ കൊള്ളരുതാത്തവൻ എവിടാണെന്ന് ആർക്കും വിവരമില്ല. ചാരവൃത്തിയിൽ പരിചയമുള്ളവരൊന്നും അല്ല ഞാൻ അയച്ചവർ. പരിചയം നേടണം. ചാരന്മാർ ഭരണാധികാരിയുടെ സ്വകാര്യ കണ്ണുകളാണ്. ആ തള്ള മഹാസൂത്രക്കാരി. പക്ഷേ ഒടുവിൽ നമുക്ക് പിടികിട്ടി. കൊണ്ടുവരൂ. എന്നെ തട്ടിക്കൊണ്ട് വന്നതറിഞ്ഞാൽ സുൽത്താന്റെ പട്ടാളം ഈ തവണ രാജ്യം പണം കോരും. ചെറുക്കനെ കട്ടടിക്കാൻ പറ. തള്ളേ നാവരീന് അത് ഞങ്ങളുടെ മഹാമന്ത്രിയാ. വിചാരണ മഹാരാജാവിന്റെ മുമ്പിലാവട്ടെ. എവിടെയാ വിചാരണ? ഇതേതാ രാജ്യം? വിചാരണയിൽ ഇതും കൂടി ഇരുന്നോട്ടാ തടിയ. മന്ത്രമണലിൽ ഇത് സ്വയം ചലിച്ച് സത്യം എഴുതും. എനിക്കത് വായിക്കാൻ കഴിയും. സംഭവങ്ങൾ കാണാനും കേൾക്കാനും കഴിയും. ഇവർ ഹീനമായ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്. എന്താ നിന്റെ തൊഴിൽ? ഒന്നുമില്ല. അത്തറും സുറുമയും മറ്റും നടന്ന് വിൽക്കലാണ് ഇവരുടെ തൊഴിൽ. ശരിയല്ലേ? ഇവർ ചെയ്ത കുറ്റം ഞാൻ കാണുന്നു. ഒരു രാത്രി ഒരു അടിമക്കച്ചവടക്കാരന്റെ കോട്ട. ഒരു ജനവാതിൽ തുറക്കുന്നു. ഒരു പാവം പെൺകുട്ടി രക്ഷപ്പെടാൻ വഴി കണ്ട ആഹ്ലാദം. ഒരു കുതിരപ്പുറത്ത് രക്ഷപ്പെടുത്താനുള്ള ആള് വരുമെന്ന് അവളോട് പറഞ്ഞിരുന്നു. കുതിരപ്പുറത്ത് ആള് വരുന്നു. അവൾ ചാടുന്നു. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൾ ആശ്വസിക്കുമ്പോൾ മനസ്സിലാവുന്നു വന്നത് തന്റെ ചങ്ങാതിയല്ല, ഒരു കൊള്ളക്കാരനാണെന്ന്. ആ പെൺകുട്ടിയെ വഞ്ചിച്ച് കൊള്ളക്കാരന് വിറ്റത് നിങ്ങളല്ലേ? സത്യം പറ. അല്ല അല്ല, അവൾക്ക് ഞാൻ ഒരു ദ്രോഹം ചെയ്യില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണേ. മന്ത്രമണലിൽ കാണുന്നത് തെറ്റാറില്ല. പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഇതെല്ലാരും ഒന്ന് കേൾക്കണം. കൃത്യസമയത്ത് പോകാൻ ഞാൻ ആ ഗുണം പിടിക്കാത്ത ചെറുക്കനോട് പറഞ്ഞതാണ്. വീഞ്ഞും കുടിച്ച് അവൻ സത്രത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. സത്ര ഉടമ സാക്ഷി പറയാൻ തയ്യാറാണ്. എന്റെ തെറ്റല്ല. അവളുടെ കഷ്ടകാലം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കണേ. ഒക്കെ ആ ചെറുക്കൻ കാരണമാ. അവനെവിടെ? അറിയില്ല. അവനെ അന്ന് കണ്ടതാ. പിന്നെ ഒരു വിവരവും ഇല്ല. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ എന്റെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. ഈ മന്ത്രമണൽ ശരിക്കും ഒരു അത്ഭുതം തന്നെ. ഒരു മഹാസിദ്ധന്റെ ഉപദേശമാണ്. ഇങ്ങോട്ട് വരാൻ.
തള്ള മഹാതന്ത്രക്കാരിയാണ്. അക്രമം കാണിക്കാൻ മടിക്കില്ല. ആവശ്യം വരുമ്പോ വിളിക്കാം. പുറത്ത് കാത്തു നിന്നാ മതി. ഒക്കെ ആ മൻസൂറിന്റെ ബുദ്ധിമോശം കൊണ്ട് വന്നു പോയതാണ്. ഏത് കൊള്ളക്കാരുടെ നടുവിലാണാവോ ആ പാവം പെട്ടുപോയത്. അറിഞ്ഞിട്ടെന്ത് വിശേഷം? രക്ഷിക്കാൻ വഴിയുണ്ടോന്ന് നോക്കും. എന്നെ കൊണ്ടാവുന്നൊക്കെ ചെയ്യും. ആമിനത്താത്ത, എന്റെ ദൈവമോളെ, എത്ര കാവൽക്കാരുണ്ട്. ബാഗ്ദാദിലേക്ക് പോകുന്നവർ, ബസ്രയിൽ നിന്നും വരുന്നവർ എല്ലാവരും നമ്മുടെ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. സത്രങ്ങളോ വഴിയമ്പലങ്ങളോ ഇല്ല. ഭക്ഷണം കഴിച്ചു പോകട്ടെ. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് പോലെ പുണ്യം മറ്റൊന്നില്ല. വരൂ. ഇവിടെ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എന്താ ഒരു മര്യാദ ഇല്ലാതെ? കഴിക്കാൻ ആഹാരം വെച്ചിരിക്കും. മാറി നിൽക്കടാ, മാറി നിൽക്കടാ. ഞങ്ങൾ എടുത്തുതരാം. അപകടമുണ്ട്. വേഗം പൊട്ടിക്കണം. നീ ആരാണ്? ഇവരാര്? എന്താണ് നിന്റെ തൊഴിൽ? എവിടെ നിന്ന് വരുന്നു? ഞാൻ ഇബ്രാഹിം, കസവ് വ്യാപാരാണ്. ചിയാലിയിൽ നിന്ന് വരുന്നു. കസവ് കച്ചവടം ഇവിടെയോ? വന്നപ്പോഴാണ് കേട്ട വിവരം തെറ്റാണെന്ന് മനസ്സിലായത്. പ്രഭു, ഇവൻ പറഞ്ഞത് വെറും കളവാണ്. ഇവന്റെ പേര് ജവാൻ. ഒരു കൊള്ളക്കൂട്ടത്തിന്റെ തലവനാണ്. കൊള്ളയടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി വെക്കാനാണ് ഇവൻ ഈ രാജ്യത്ത് വന്നത്. ഇവന്റെ താവളം ഞാൻ കാണുന്നു. അവിടെ ക്രൂരമുഖമുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു. കളവ് മുതലുകൾ കാണുന്നു. മന്ത്രമണൽ പറയുന്നത് ശരിയല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ വേറെയും ശിക്ഷയുണ്ട്. സത്യം. ഇവനെ തുറുങ്കിലടയ്ക്കും, ജീവപര്യന്തം. ദിവസം 30 ചാട്ടയടി. എന്നെ രക്ഷിക്കണം. ഇനി ഞാൻ കക്കില്ല, മേല് കക്കില്ല. പട്ടാളത്തെ അയച്ച് ഇവന്റെ താവളം പൊളിച്ച് നിരപ്പാക്കുക. തള്ളയെ അഗതി മന്ദിരത്തിലേക്ക് അയക്കുക. കളവ് മുതലുകൾ അടയാള സഹിതം വന്നാൽ നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുക. കൊണ്ടുപോകും. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. രാജകുമാരി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കൂ. വേഗം അകത്തേക്ക് വിടരുത്.
നിൽക്കൂ നിൽക്കൂ, ഇത് ആചാരത്തിന് നിരക്കുന്നതല്ലോ. രാജകുമാരി മന്ത്രിമന്ദിരത്തിലേക്ക് എഴുന്നള്ളുകയോ? മന്ത്രിയോട് അവിടെ വന്ന് മുഖം കാണിക്കാൻ കൽപ്പിച്ചതായി പറയാം. പഴയ ആചാരങ്ങൾ പലതും മാറ്റിയ നാടാണിത്. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതിപ്പോ തന്നെ മന്ത്രിയോട് സംസാരിക്കേണ്ടതാണ്. ഓ, പാവം ക്ഷീണിച്ച് വിശ്രമിക്കുക. മന്ത്രിക്ക് ചെറുപ്പല്ലേ? രാജകുമാരിക്ക് അധിക സമയമൊന്നും വേണ്ട. അതെ. മന്ത്രമണൽ വായിക്കുന്ന വിദ്യ രാജകുമാരിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം. അത് പ്രയാസം. 10 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ജപം, വ്രതം, ധ്യാനം, 9 കൊല്ലത്തെ അഭ്യാസം. ഇനിയും പൂർത്തിയായി എന്ന് പറഞ്ഞുകൂടാ. എന്നാലും പഠിക്കണമെന്ന് രാജകുമാരി. മറ്റൊരാളെ പഠിപ്പിക്കാൻ ഗുരുവായ മഹാസിദ്ധന്റെ അനുവാദം വേണമല്ലോ. രാജകുമാരിയുടെ വിവാഹം എന്ന് നടക്കുമെന്ന് പറഞ്ഞു തരാമോ? കൊട്ടാരത്തിൽ പലർക്കും അറിയാൻ ആഗ്രഹമാണ്. രാജകുമാരി മറുപടിക്ക് കാത്തു നിൽക്കുന്നു. വിവാഹയോഗം അടുത്തൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോ രാജകുമാരിയുടെ മനസ്സിലൊരു നവയുവാവുണ്ട്. അതാരെന്ന് പറയാമോ? പിന്നെ ആവട്ടെ. രാജകുമാരിക്ക് ഇപ്പൊ അറിയണമെന്ന് നിർബന്ധം. ഊരും പേരും അറിയാത്തവൻ. അവനെ പറ്റി ചിന്തിക്കരുത്. മോഹങ്ങൾ വളർത്തരുത്. പിന്നീട് രാജകുമാരിക്ക് ദുഃഖിക്കേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് മന്ത്രമണൽ പറയുന്നു. വിവാഹഘോഷം അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന ജോലിക്കാരുടെ ഇടയിലെ സംസാരം. എനിക്ക് വയ്യ. രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യും അമൃതാത്ത?